2026 ലോകകപ്പിൽ അർജന്റീനയുടെ കുതിപ്പിലെല്ലായ്പ്പോഴും ജൂലിയൻ അൽവാരസ് എന്ന നാമം ചുവന്ന അക്ഷരങ്ങളാലാണ് അടയാളപ്പെടുത്തിയതെന്നതിൽ സംശയമില്ല. അന്ന് 4 ഗോളുകളാണ് താരത്തിന്റെ ബൂട്ടിൽ നിന്ന് എതിർവല ചുംബിച്ചത്. അന്നാദ്യമായി പോളണ്ടിനെതിരെയാണ് ലോകകപ്പ് ചരിത്രത്തിലെ തന്റെ ആദ്യ ഗോൾ അദ്ദേഹം എഴുതിച്ചേർത്തത്. 66-ാം മിനിറ്റിൽ മൊളീന പ്രതിരോധം ക്ലിയർ ചെയ്തെത്തിച്ച ബോൾ ജൂലിയൻ അൽവാരസ് വിൻ ചെയ്തെടുക്കുന്നുണ്ട്. പന്തിന്മേലുള്ള തന്റെ കണക്ഷൻ വിടാതെ ചെറുതായൊന്ന് മുന്നോട്ട് കുതിച്ച് ഗോൾ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് അൽവാരസിന്റെ വക ഉഗ്രനൊരു മിസൈൽ. അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. അല്ലെങ്കിലും പ്രസ്സിംഗിൽ പേരുകേട്ടവനാണ് ജൂലിയൻ അൽവാരസ്. ഓസ്ട്രേലിയക്കെതിരെ അതാണ് ഗോളിന് വഴിമരുന്നിട്ടത്. മാത്യു റയാന്റെ പിഴവ് കൈമുതലാക്കി ഒഴിഞ്ഞ പോസ്റ്റിലേക്ക് ലോകകപ്പിലെ തന്റെ 2ാം ഗോൾ ജൂലിയൻ അൽവാരസ് നേടിയെടുക്കുന്നു. എന്നാൽ ക്രൊയേഷ്യക്കെതിരെയാണ് ശരിക്കും അയാൾ എന്താണെന്ന് മനസ്സിലായത്. മൈതാന മധ്യത്തിൽ നിന്നും പന്ത് സ്വീകരിച്ച് അതിവേഗം കുതിച്ച ജൂലിയൻ അൽവാരസ് ക്രൊയേഷ്യൻ പ്രതിരോധ താരങ്ങളെ ഓരോന്നായി നിലം പരിശാക്കി പന്തിനെ ഗോൾ ലൈൻ കടത്തി. ക്രൊയേഷ്യൻ മോഹങ്ങളിൽ കരുതി ചാർത്താൻ ദൈവം നിയോഗിച്ചത് അൽവാരസിനെയാണെന്ന് കൃത്യമായി ബോധിച്ചത് 68-ാം മിനിറ്റിലാണ്. 34-കാരൻ ലിയോ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഗോർഡിയോളിനെ കടത്തിവെട്ടി ഇടത് പാർശ്വത്തിലൂടെ കുതിക്കുന്നുണ്ട്. ഗോർഡിയോൾ ആവും വിധം ശ്രമിച്ചതാണ്, പക്ഷേ അയാളെ തടയാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇടം കാലിനാൽ പന്തയാൾ അൽവാരസിന് പാകത്തിൽ എത്തിച്ചു കൊടുക്കുന്നു. പിന്നെ വലയിലേക്ക് അടിച്ചുവിടേണ്ട ദൗത്യം മാത്രമേ ജൂലിയൻ അൽവാരസിന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 4 വർഷങ്ങൾക്കിപ്പുറം വടക്കേ അമേരിക്കയിൽ കാൽപന്താരവത്തിന്റെ ആവേശം അലകടൽ പോൽ വെമ്പൽ കൊള്ളുകയാണ്. അർജന്റീനയുടെ ഫൈനൽ സ്ക്വാഡെല്ലാം പരിശീലകൻ സ്കലോണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുന്നേറ്റ നിരയിൽ അർജന്റീനയുടെ സ്കോർ ചലനങ്ങളിലെ പ്രധാനിയാണ് ജൂലിയൻ അൽവാരസ് എന്ന് പ്രമുഖ മാധ്യമങ്ങളടക്കം തീർത്തു പറഞ്ഞു. 2025-26 ഫുട്ബോൾ കലണ്ടറിൽ 20 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് താരത്തിന്റെ ബൂട്ടിൽ നിന്നും പിറന്നത്. മെസ്സി ഒരുക്കുന്ന ചാൻസുകൾക്ക് ഫിനിഷിംഗ് ടച്ച് നൽകുക എന്നതായിരുന്നു അൽവാരസിന്റെ പ്രധാന ജോലി. പക്ഷേ നിർഭാഗ്യമെന്നോണം അയാളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിച്ചത് അതയാൾ നൽകിയില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും കഴിഞ്ഞു. ജൂലിയൻ അൽവാരസ് അക്കൗണ്ട് തുറന്നില്ല. എന്തെങ്കിലും കാരണങ്ങൾ കിട്ടാൻ കാത്തിരുന്ന മാധ്യമങ്ങളെല്ലാം അയാളെ വിമർശിച്ചു തള്ളി. പ്രതീക്ഷിച്ചൊന്ന് ലഭിക്കാത്തതിന്റെ നിരാശയിലായിരുന്നു ആരാധകർ മുഴുവനും. 39-കാരൻ പ്രായത്തെയും കടത്തിവെട്ടി ഗോളുകൾ അങ്ങനെ സ്കോർ ചെയ്യുമ്പോൾ വിമർശനമെന്നോണം കറങ്ങിത്തിരിഞ്ഞെത്തിയത് സ്ട്രൈക്കർമാരായ ജൂലിയൻ അൽവാരസിലേക്കും ലൗതാരോ മാർട്ടിനസിലേക്കുമായിരുന്നു. റൗണ്ട് ഓഫ് 32-വിൽ വമ്പന്മാരെ പിടിച്ചുകുലുക്കി വരവറിയിക്കുന്ന കേപ്പ് അയാൾ അവതരിക്കുമെന്ന് നനച്ചു. മെസ്സിയും പ്രതിരോധ നിരക്കാരൻ ലിസാൻഡ്രോ മാർട്ടിനസും ഗോൾ നേടി. പിന്നെ ബോർജസിന്റെ ഓൺ ഗോൾ വീണ്ടും സ്വപ്ന വഴിയിൽ തുടരാൻ അർജന്റീനയെ പ്രാപ്തരാക്കി. അന്നും ജൂലിയൻ അൽവാരസ് അവതരിച്ചില്ലായിരുന്നു. പ്രീ ക്വാർട്ടറിൽ അനായാസം ഫറോവൻ കോട്ടകൾ പൊളിക്കാമെന്ന് കരുതിയെങ്കിലും നന്നേ പാടായിരുന്നു. ഹൃദയമിടിപ്പിന്റെ 90 മിനിറ്റുകൾക്ക് ശേഷം സ്കോർ ബോർഡിൽ അൽവാരസിന്റെ പേര് കണ്ടില്ല. അവിടെ വീണ്ടും പതിവ് പോലെ പുതുജീവനേകി ലിയോ അവതരിച്ചിട്ടുണ്ട്. പിന്നെ പ്രതിരോധ നിരക്കാരൻ ക്രിസ്ത്യൻ റൊമേറോയും എൻസോ ഫെർണാണ്ടസുമാണ് മറ്റു ഗോൾ സ്കോറർമാർ. എന്തുകൊണ്ട് അൽവാരസ് എന്ന ചോദ്യം മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. 2022-ൽ സർവ്വസാന്നിധ്യനായ ഒരാൾ 4 വർഷങ്ങൾക്കിപ്പുറം ലോകത്തിന്റെ അനുഭവ സമ്പത്തുകളെ മറന്ന് നിറം മങ്ങുന്നത് എങ്ങനെയാണ്? പലരും ആ കാലിന്റെ കരുത്ത് അവസാനിച്ചെന്ന് കരുതി. സെമിയിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിക്കാൻ സ്വിറ്റ്സർലാൻഡിനെതിരെയുള്ള ഫസ്റ്റ് 11-ൽ മെസ്സിക്കൊപ്പം അൽവാരസുമുണ്ട്. മത്സരശേഷം റഫറിയെ പഴിക്കുന്നതിൽ കാര്യമില്ലെന്നും കളിക്കേണ്ടത് മൈതാനത്ത് കളിച്ച് കാണിക്കണമെന്നും പറഞ്ഞ സ്വിറ്റ്സർലാൻഡ് പരിശീലകൻ യാക്കിന്റെ പ്രധാന തന്ത്രം മെസ്സിയിൽ നിന്നും ഗോളിലേക്കുള്ള വഴി അടക്കുക എന്നതായിരുന്നു. അത് 100% പെർഫെക്റ്റായി സ്വിറ്റ്സർലാൻഡ് പ്രതിരോധ നിര പ്രാവർത്തികമാക്കി. മെസ്സിയുടെ ഓരോ നീക്കങ്ങളും തടയും വിധം അവർ മൈതാനത്ത് നിലകൊണ്ടു. ലയണൽ മെസ്സിയെ പൂട്ടിയാൽ അർജന്റീനിയൻ പ്രഹരങ്ങളെല്ലാം അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ ആ പൂതി നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. 112-ാം മിനിറ്റിൽ ഒരു ജനതയുടെ പ്രതീക്ഷകൾക്ക് പുനർജന്മമേകി വണ്ടർ ഗോളിലൂടെ ജൂലിയൻ അൽവാരസ് വരവറിയിക്കുകയാണ്. ഇത്രയൊക്കെ വൈകിയാലെന്താ? ആ കാത്തിരിപ്പിനർത്ഥമേകും വിധം
ഭാഗ്യനിർഭാഗ്യത്തിന്റെ പെനാൽറ്റിയിലേക്ക് മത്സരത്തെ തിരിച്ചുവിടാതെ സ്വിറ്റ്സർലാൻഡ് വിജയമോഹങ്ങൾക്ക് മേൽ ചിലന്തി വലക്കെട്ടി അയാൾ അവതരിച്ചില്ലേ. എന്തൊരു മനോഹരമായ ഗോളായിരുന്നു അൽവാരസ് നിങ്ങൾ നേടിയത്. വാക്കുകളാൽ അത് വർണ്ണിച്ചാൽ കുറഞ്ഞു പോകും. സ്വപ്നപാതയിൽ സമ്മർദ്ദഘട്ടത്തെ അതിജീവിക്കാൻ കെൽപ്പുള്ളവൻ 4 വർഷങ്ങൾക്കിപ്പുറം സ്വിറ്റ്സർലാൻഡിന്റെ മോഹയാത്രയ്ക്ക് ചുറ്റും വേലിയേറ്റം തീർത്ത് 2026 ലോകകപ്പിലെ ആദ്യ ഗോൾ കുറിച്ചിടുകയാണ്. ഇനിയുള്ളത് സെമിയും അത് കഴിഞ്ഞാൽ തുടർ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള കലാശപ്പോരുമാണ്. അവിടെ ഈ കാലുകൾക്ക് ഇതിനേക്കാൾ ഇരട്ടി കരുത്തു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.